Hello everyone, welcome back to Success Studies Center YouTube channel. അങ്ങനെ നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മുടെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സസുമാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നിയത് ലാസ്റ്റ് വീക്കിലായിരുന്നു. കാരണം ആദ്യമായിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും നിങ്ങൾക്കാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതായത് ഇനിയും നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ, അതായത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതായത് +1 പഠിക്കുന്ന കുട്ടികൾക്കും +2കാർക്കും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക്ഫുൾ ആണെങ്കിൽ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നേ, താങ്ക്സ് ഒതുങ്ങുന്നതല്ല. ബട്ട് എന്താ പറയാ, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമില്ല. ഈ ചാനലിലൂടെ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നതും നിങ്ങളെ ഡൗട്ട് ചോദിക്കുന്നതും അല്ലെ. അതുകൊണ്ട് തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും ക്ലാസ്സസ് കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നേരെ ക്ലാസ്സുകളിലേക്ക് പോവാം. നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ എന്തായിരുന്നു ചെയ്തത്? കോംപ്ലക്സ് നമ്പർ അല്ലെ. കോംപ്ലക്സ് നമ്പറിന്റെ ഫുൾ ചാപ്റ്റർ വീഡിയോ നമ്മൾ ചെയ്തു. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനിയും ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി. നമുക്ക് കാണും, +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ എല്ലാ വീഡിയോസും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 14 ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. സാധാരണ ഈ ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ എന്റെ പൊന്നു മക്കളെ ഇത് കുറെ ഉണ്ടായിരുന്നു. സംഭവം കുറെ ഉള്ള ചാപ്റ്റർ ആണ് ഓസിലേഷൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഫോക്കസ് ഏരിയ നോക്കിയപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ആകെപ്പാടെ നമുക്ക് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ 2 പേജേ ഉള്ളൂ പഠിക്കാനുണ്ട്. അതാണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ചെയ്തിരിക്കുന്നത്, അതിലിട്ടേക്കുന്നത്. സത്യം പറയാൻ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് പീപ്പിൾ. കാരണം എന്താ, നിങ്ങൾക്ക് ആകെപ്പാട് 2 പേജ് പഠിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് 12ഉം 20ഉം പേജൊക്കെ ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് അല്ലെ. അതും കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചെടുത്തത്. പക്ഷെ നിങ്ങൾ ലക്കിയസ്റ്റ് പീപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ കുറച്ചുള്ള സാധനം പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ പറയുന്ന പോയിന്റുകൾ എഴുതിയെടുക്കുക, പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. നമുക്ക് നേരെ തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഓസിലേഷൻസ്. ഓക്കെ, ഓക്കെ മക്കളെ, നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പേര് പറയുന്നത് പോലെ തന്നെ ഇത് സംഭവം സിമ്പിൾ ആണ്. നോക്കിയോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് സിമ്പിൾ ആണെങ്കിലും 2012 തൊട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്തു നോക്കിയോ, 2012 തൊട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്തു നോക്കിയോ, വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും. എന്തായിരിക്കും? വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സാധാരണ നമ്മൾ പറയാറുണ്ട്, സാറേ ഈ ഡെഫിനിഷൻ ഒക്കെ പഠിക്കണോ വേണ്ടോ എന്ന് നമ്മളോട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും പറയേണ്ട ഒരു ഡെഫിനിഷൻ ആണ് ഏത്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ പഠിച്ചോ, വന്നിരിക്കും. നോക്കിയോ, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? SHM. ഈ ചാപ്റ്റർ ഫുള്ളും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഇനി തൊട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട 2 കാര്യങ്ങളാണ്. ഓർക്കണം, നമ്മൾ ഇനി തൊട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ. ഒന്നാണെന്ത്? നമ്മുടെ സിമ്പിൾ പെൻഡുലവും അതേപോലെ ലോഡഡ് സ്പ്രിംഗും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. നമ്മുടെ പെൻഡുലം ഇല്ലേ, നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ +1 ആണ്, നിങ്ങൾ +2 പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. അതേപോലെ രണ്ടാമത്തെ എന്നതാ ഓർക്കേണ്ടത്? ലോഡഡ് സ്പ്രിംഗ്. ഈ 2 എക്സാമ്പിളുമാണ് മെയിൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 എക്സാമ്പിൾ. സിമ്പിൾ ഹാർമോണിക് മോഷന് 2 എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഓർക്കേണ്ടത്? ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അതേപോലെ
ലോഡഡ് സ്പ്രിംഗ്. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡിലൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നോക്കാം. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ the restoring force on the oscillating body is directly proportional to its displacement from the mean position and it is directed opposite to displacement. ഒന്നും മനസ്സിലായില്ലല്ലോ? നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് നോക്കിയേ. ഞാൻ ആദ്യമേ ഒരു സിമ്പിൾ പെൻഡുലം വരയ്ക്കാൻ പോവാം. കണ്ടോ, സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ മുകളിൽ ഫിക്സ്ഡ് ആണ്, കണ്ടോ, ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. അതിനിടയ്ക്ക് എന്തുണ്ട്, താഴെ ഒരു ബോബ്, ഒരു ഗോളം പോലെ ഇങ്ങനെ വെച്ചിരിക്കുക, ഒരു നൂലുണ്ട്. ആ നൂലിന്റെ ഏറ്റവും അടിയിൽ എന്താണ്, ഒരു ബോൾ പോലെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതെന്ത് ചെയ്യുക, നമുക്കറിയാം, ഇത് ചുമ്മാ ഇതിനെ ഇങ്ങനെ ഇട്ട് ആടുവോ ഇല്ല, നമ്മളൊരു തട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇങ്ങോട്ട് പോകും, അതേപോലെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഒന്ന് ആട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കുന്നത്, ഇത് ഇങ്ങോട്ട് പോകും അല്ലെ, ഇവിടം വരെയാവും, അതേപോലെ അത് തിരിച്ചു വരും, എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്കിയേ, ഇത് അങ്ങോട്ട് പോയി, അപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ഇത് തിരിച്ചു തരണേ പറയും, മോനടാ വരാൻ പറഞ്ഞാൽ വരുവോ, ഇല്ല, തിരിച്ചെന്ത് ചെയ്യും, വരുന്നുണ്ട്. പക്ഷെ ആ തിരിച്ചു വരുന്ന ഫോഴ്സിനെ നമ്മൾ ഒരു വിളിക്കുന്ന പേരാണ് എന്ത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്ന ഫോഴ്സ് ആണ് ഇത്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോർ ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. നോക്കിയേ, ഇപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് അതാണ് പറയുന്നത്. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ the restoring force on the oscillating body. ഇവിടെ ഏതാ ഓസിലേറ്റിംഗ് ബോഡി, സിമ്പിൾ പെൻഡുലം. അതെന്ത് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുകയാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ ഓസിലേറ്റിംഗ് ബോഡി. ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിയിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്തിനോട് പ്രൊപ്പോർഷണലാ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. അത് അങ്ങോട്ട് മൂവ് ചെയ്യല്ലേ, അത് എത്രത്തോളം മൂവ് ചെയ്തു, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്തിനോട് പ്രൊപ്പോർഷണലാ, ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണലാ. ഞാൻ ഡിസ്പ്ലേസ്മെന്റിനെ എക്സ് എന്ന് വിളിച്ചു, അങ്ങോട്ട് പോയ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. എന്താ മീൻ പൊസിഷൻ, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ അനക്കാതെ വെച്ചു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, മീൻ പൊസിഷൻ, അല്ലെങ്കിൽ എന്നാ വിളിക്കുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കും. മീൻ അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ. കേട്ടോ, നേരെ നടുക്കും, അനക്കാതെ വെക്കുന്നു. അപ്പൊ നോക്കിയേ, ഇൻ എസ് എച്ച് എം എന്താ സംഭവിക്കുന്നത്, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ ഓസിലേറ്റിംഗ് ബോഡി. തിരിച്ചു വരാനായിട്ട് എടുക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് പ്രൊപ്പോർഷണലാ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണലാ. ഫ്രം മെയിൻ പൊസിഷൻ, മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഇതല്ലേ മെയിൻ പൊസിഷൻ, അത് ഇങ്ങോട്ട് പോയി, അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഈ ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണൽ. അതിനെ ഞാൻ എക്സാക്ട് വിളിച്ചു. പിന്നെ കുറച്ചും കൂടെ പറയുന്നുണ്ട്, and it is directed opposite to displacement. ഡിസ്പ്ലേസ്മെന്റിനോട് ഓപ്പോസിറ്റ് ആണ്. എന്താ ഡിസ്പ്ലേസ്മെന്റിനോട് ഓപ്പോസിറ്റ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ, പക്ഷെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ, തിരിച്ചുകൊണ്ടിരുന്നല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും, ഒരു മൈനസ് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഒന്നുകൂടെ പറഞ്ഞ ഡെഫിനിഷൻ പഠിക്കണേ. എന്താ ഡെഫിനിഷൻ, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ ഓസിലേറ്റിംഗ് ബോഡി. The restoring force on the oscillating body is directly proportional to displacement from mean position and it is directed opposite to displacement. Displacement inod endana opposite കൂടെയാണ്. ഓക്കേ, അപ്പോൾ എന്താണ് എഴുതാം, f is directly proportional to minus x. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, f is equal to minus kx. ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ഓക്കേ, ഓർക്കണം എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എന്ത് ഡെഫിനിഷൻ. രണ്ട് എക്സാമ്പിൾ ഏതൊക്കെയാ, ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, പിന്നെ എന്നതാ, ലോഡഡ് സ്പ്രിംഗ്. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷൻ. സത്യം പറഞ്ഞാൽ വെലോസിറ്റി ഉള്ളതാണ്, ആക്സിലറേഷൻ ഉള്ളതാണ്, കൈനറ്റിക് എനർജി ഉള്ളതാണ്, പൊട്ടൻഷ്യൽ എനർജി ഉള്ളതാണ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നുമില്ല. നമുക്ക് ആകപ്പാടെ പഠിക്കാനുള്ളത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഇക്വേഷൻ കിട്ടാനായിട്ട് ഒരു പ്രൂഫ് ഒക്കെ നമുക്ക് ഉള്ളതാണ്, പക്ഷെ അതൊന്നും ഫോക്കസ് ഏരിയയിലില്ല. നിങ്ങൾ ഓർക്കേണ്ട ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. നോക്കിയേ, x of t is equal to a cos omega t plus 5. എന്താണ്, x of t is equal to a cos omega t plus 5. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്. ഇതെന്താ സംഭവം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ എന്താ, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണെന്ത് ഈ കൊടുത്തിരിക്കുന്നത്.
മനസ്സിലായല്ലോ? അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം 1 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്? എന്താ? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി നോക്കിയേ, വേണമെങ്കിൽ കോസ് മാത്രമല്ല വരാൻ പറ്റത്തുള്ളൂ, പോരാ, വേണമെങ്കിൽ നമുക്ക് സൈനും ആക്കാലോ. ഈ എക്സ് ഓഫ് ടിക്ക് വേണമെങ്കിൽ വൈ ഓഫ് ടി എന്ന് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അതെല്ലാം മീൻ ചെയ്യുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ എ കോസിന്റെ സ്ഥാനത്ത് എന്താക്കാം? വേണമെങ്കിൽ സൈനും ആക്കാം. രണ്ടും ശരിയായ ഉത്തരമാണ്. നോക്കിയേ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്, അല്ലെങ്കിൽ എന്താ? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ ടേംസിനും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ്. എന്തിനാ ഈ ടി വെച്ച് സാറെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? അതെന്നാന്നോ? ആ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മുടെ ബോബി ഇവിടെ ഇരിക്കുവാണ്, തട്ടിക്കൊടുത്തപ്പോ ഇതിങ്ങനെ മോയിക്കൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് മാറുക. അതാണ് എക്സ് ഓഫ് ടി, ടി ഫോർ ടൈം. ഇപ്പൊ എക്സ് ഓഫ് ടിയോ അല്ലെങ്കിൽ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. കേട്ടിട്ടില്ലേ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? ഇപ്പൊ എ ഫോർ ആംപ്ലിറ്റ്യൂഡ്. പിന്നെ ഒമേഗ, ഇത് വായിക്കുന്നതിന് ഡബ്ല്യു എന്നല്ല, ഇതെങ്ങനെ വായിക്കുന്നത്? ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ഇനി ഈ ഒമേഗ ടി പ്ലസ് ഫൈവ് കണ്ടോ? ഒമേഗ ടി പ്ലസ് ഫൈവ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫേസ്. ഈ ഒമേഗ ടി പ്ലസ് ഫൈവ് ബ്രാക്കറ്റിനകത്തുള്ള ആ സാധനം വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ്. അപ്പൊ ഈ ഫൈവ് എന്ന് പറഞ്ഞാലോ? ഫൈവ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് നമ്മൾ പറയത്തില്ല, തീറ്റ പോലെയല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫൈവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ് ആംഗിൾ എന്ന് പറയും. ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ആംഗിൾ. ഇനി നോക്കി, ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കിയേ, ഇവിടെ ടൈം, ഇതെന്താ? ഡിസ്പ്ലേസ്മെന്റ്. എക്സ് ആക്സിസിൽ ഞാൻ എന്ത് കൊടുത്തു? ടൈം എന്നും കൊടുത്തു. വൈ ആക്സിസിൽ എന്ത് കൊടുത്തു? ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ഇങ്ങനെ ഇരിക്കും ഗ്രാഫ്. കേട്ടോ? ഈ ഗ്രാഫാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ വരച്ചു നോക്കാം. അപ്പൊ അതിന് മുമ്പ് ഈ ടേംസ് എല്ലാം ഓർത്ത് വെക്കുക. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ്. ഫൈവ് എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ നമുക്കിനി ഗ്രാഫ് ഒന്നും കൂടെ വരയ്ക്കാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നോക്കി ഒന്നുകൂടെ വരയ്ക്കാൻ പോവാണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫില് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഇരിക്കും ഗ്രാഫ്. ഇതാണ് നമ്മുടെ എന്തിന്റെ ഗ്രാഫ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയും. അപ്പൊ നോക്കിയേ, വൈ ആക്സിസിൽ നമ്മൾ എന്ത് കൊടുക്കും? ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കും? ടൈം എന്ന് കൊടുക്കും. ഇതും ചോദിക്കാം, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇത് മാക്സിമം ലെങ്ത് ഉണ്ടല്ലോ, ഇതിന്റെ മാക്സിമം വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. മിനിമം വാല്യൂ ഇപ്പൊ എന്തായിരിക്കും? മൈനസ് എ. ഇത് പ്ലസ് എയും ഇത് എന്തായിരിക്കും? മൈനസ് എ. ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എന്ത്? SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിന്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു പെൻഡുലത്തിന്റെ ഒക്കെ കാര്യം ചോദിച്ചാൽ ഓർത്തേക്കണം, ഏതാണ് ഗ്രാഫ്? ഇതാണ് ഗ്രാഫ്. മറക്കാതെ പഠിച്ചേക്കണം ഇതേ. ഇനി നമുക്ക് ഓരോ ടേംസും ഏതൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ ഓരോ ടേംസും നമ്മൾ പറഞ്ഞു. നേരത്തെ ഇക്വേഷൻ എഴുതിയത് എന്തായിരുന്നു? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിനകത്തുനിന്ന് എ ഫോർ വാട്ട്? ആംപ്ലിറ്റ്യൂഡ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കത്തില്ല. ഇൻ കേസ് ചോദിച്ചാൽ എന്തെഴുതുക? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫോർ ആൻ SHM അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ബോഡി. ഇപ്പൊ എന്താണ് സംഭവം? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആ ഹൈറ്റ് ഇല്ലേ, ആ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഒരു വട്ടം ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കറങ്ങി വരാനായിട്ട് എടുക്കുന്ന ടൈം, അതാണ് ടൈം പീരീഡ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2π/t. ഇതിന് വേറെ ഇക്വേഷൻ ഉണ്ട്, 2π ന്യൂ എന്ന് പറയും. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു എന്തൊക്കെയാ ഇക്വേഷൻ? 2π/t. അതേപോലെ എന്താ? 2π ന്യൂ. ഇനി ഇതിന്റെ യൂണിറ്റ് പഠിക്കണം. എന്ത് യൂണിറ്റാ? SI യൂണിറ്റ് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി. SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്. എന്താ യൂണിറ്റ്? റേഡിയൻസ് പെർ സെക്കൻഡ്. കേട്ടല്ലോ? ഈ ഇക്വേഷനോടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ ഓർത്തിരിക്കേണ്ട എന്താ? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. അതേപോലെ തന്നെ എന്താ? 2π ന്യൂ എന്നും പറയാം.
പിന്നെ എന്താണ് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ഫൈവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലെങ്കിൽ എന്താ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിനകത്ത് ഒമേഗ ടി പ്ലസ് ഫൈവ് വിളിക്കുന്ന പേരാണ് എന്ത് ഫേസ്. അതിന്റെ അർത്ഥം എന്താ? ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം വേരിയിങ് ക്വാണ്ടിറ്റി. അതല്ലേ, ടൈമിനനുസരിച്ച് മാറുന്നില്ലേ? ഒരു പെൻഡുലം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫേസ്. ഫേസ് എന്ന് പറയുമ്പോൾ ആംഗിളും കൂടെ വരുന്നുണ്ടേ. ഇങ്ങോട്ട് വരുമ്പോ വേറെ ആയില്ലേ, ഇങ്ങോട്ട് വരുമ്പോ വേറെ ആയില്ലേ? അതിനനുസരിച്ച്, അതായത് ഓരോ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോ ഫേസ് ആണ്. അതാണ് ടൈം വേരിയിങ് ക്വാണ്ടിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കിയേ, ഇറ്റ് ഡിസ്ക്രൈബ് സ്റ്റേറ്റ്സ് ഓഫ് മോഷൻ. നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് റെസ്റ്റിലല്ലേ ഇരിക്കുന്നത്, അത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. മാക്സിമം എത്തി കഴിയുമ്പോൾ എന്താവും, സ്പീഡ് 0 ആവും. അതിനുശേഷം സ്പീഡ് 0 ആയതിനു ശേഷം എന്ത് ചെയ്യും, വീണ്ടും വരുന്നു, മാക്സിമം സ്പീഡ് ആവുന്നു, വീണ്ടും ഇങ്ങനെ പോകുന്നു, വീണ്ടും മാക്സിമം സ്പീഡ് ആവുന്നു, മാക്സിമം സ്പീഡ് എത്തി കഴിയുമ്പോൾ എന്താവുന്നു, 0 ആവുന്നു, തിരിച്ചു വരും അല്ലെ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പൊ ഈ ഫേസ് എന്ന് പറയുന്നത് എന്തിനേയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഫേസിനകത്ത് വരുന്ന ഒരു ടേം ആണ് ഫേസ് ആംഗിൾ, ഫൈ എന്ന് പറയുന്നത്. ആ ഫൈയുടെ പ്രത്യേകത എന്നതാ, അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിസ്പ്ലേസ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഡിസ്പ്ലേസ്മെന്റിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇത് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഓക്കെ, ഏതാ ഈ ഓരോന്നും എന്നാന്നൊന്നും ചോദിക്കത്തില്ല. ചോദിക്കാൻ ചാൻസ് ഉള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നതാ, എക്സാമ്പിൾ എന്നതാ, പിന്നെ ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കി എന്താണ് ഈ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നോക്കി ഒരു പടം വരച്ച് കാണിച്ചു. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ ഫിക്സ്ഡ് ആണ്, മുകൾ ഭാഗം ഫിക്സ്ഡ്, താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിങ് ഉണ്ട്, അതിന്റെ അറ്റത്ത് ഒരു മാസ് അല്ലെങ്കിൽ ഒരു ബോബ് എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോബ് ഓഫ് ദ പെൻഡുലം എന്ന് പറയും. ബോബ് ഓഫ് പെൻഡുലം അല്ലെ. ഇതിനെന്താ, ഒരു മാസ് ഉണ്ട്. ആ മാസിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന ലെറ്റർ ഏതാ, എം. ഇതിനൊരു ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ആ സ്ട്രിങ്ങിന്റെ ലെങ്തിനെ നമ്മൾ എൽ എന്ന് വിളിക്കും. ഇത് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മുകൾ ഭാഗം എന്താ, ഫിക്സ്ഡ് ആണ് കേട്ടോ. മുകൾ ഭാഗം എന്താണ്, ഫിക്സ്ഡ് ആണ്. ഈ പോയിന്റ്, അതായത് ഫിക്സ് ചെയ്തിട്ടുള്ള ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പിവറ്റ് പോയിന്റ് എന്ന് പറയും. ഇത് പറയും പിവറ്റ് പോയിന്റ്. ഈ പടം വരയ്ക്കണം അങ്ങനെ ചോദിക്കാറില്ല. ഇതെല്ലാം ഒന്ന് ഫോക്കസ് ഏരിയയിൽ ഉള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു പോവാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. മക്കളെ ഉറപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതാരും എന്ത് ചെയ്ത് വിട്ടുപോകരുത്. തുടക്കം തൊട്ട് അവസാനം വരെ കാണുക, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഞാൻ ഈസി ആക്കി തരാം. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇത് നിങ്ങളെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ശ്രദ്ധിച്ചോ, നോക്കിയേ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു പെൻഡുലം കൺസിഡർ ചെയ്യാം. പെൻഡുലം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫിക്സ്ഡ് എൻഡ് ഉണ്ട്, അതുപോലെ ഒരു നൂല് ഇങ്ങനെ നീണ്ടു കിടക്കും അല്ലെ, ഒരു സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ്ങിന്റെ അറ്റത്ത് എന്താ, ഒരു ബോബ്. ഇതൊരു ബോബാണ്. ഇതിനൊന്നൊരു മാസ് ഉണ്ട്, എം ആണ്. ഇതിന്റെ ലെങ്ത് എത്രയാ, എൽ അല്ലെ. ഇതെന്ത് ചെയ്യാ, ഞാൻ പറഞ്ഞു ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്ത് ഇപ്പൊ ഇവിടെ എത്തിയെന്ന് വെച്ചു, ഒരു തീറ്റ ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്തത്. എത്രയാണ്, തീറ്റ ആംഗിളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ആദ്യമേ ഇക്വിലിബ്രിയം പൊസിഷൻ, അതെന്ത് ചെയ്തു, ഇങ്ങോട്ട് നീങ്ങിപ്പോയി. നോക്കിയേ, അപ്പൊ ഇതിനകത്ത് ആദ്യം അറിയേണ്ടത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സിമ്പിൾ പെൻഡുലം? നോക്കിയേ, മെഗലിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ എന്ന് പറയും. അതായത് സ്ട്രിങ്ങിന്റെ മെഗലിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ, ടെൻഷൻ എന്ന് പറയും. ഇതിന്റെ നേരെ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ. നമുക്കറിയാം താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, രണ്ടാമത്തെ എന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എന്താണ്, MA എന്നുള്ളിടത്ത് mg ആക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാക്കണം. അപ്പൊ F ഈസ് ഈക്വൽ ടു താഴോട്ട് എന്താണ്, mg. അപ്പൊ നമുക്കറിയാം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. റിസോൾവ് ചെയ്യുമ്പോൾ വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്തുണ്ട്, അതിനൊരു എക്സ് ആക്സിസ് റേഡിയൽ കമ്പോണന്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടാൻജൻഷ്യൽ കമ്പോണന്റും ഉണ്ട് കേട്ടോ. ഇതിന്റെ റേഡിയൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, mg cos θ. റേഡിയൽ കമ്പോണന്റ് ഏതാ, mg cos θ. അതേപോലെ തന്നെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഏതാ, mg sin θ. അപ്പൊ രണ്ട് കമ്പോണന്റ്സ് ആണുള്ളത്. ഒന്ന് ഏതാ, റേഡിയൽ കമ്പോണന്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് എത്രയാ, റേഡിയൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ, mg cos θ. ഓക്കെ, mg cos θ. അതേപോലെ തന്നെ എന്താണ്, ഒരു എന്ത് കമ്പോണന്റ് ആ ഉള്ളത്,
ടാൻജൻഷ്യൽ കമ്പോണന്റ്. ടാൻജൻഷ്യൽ കമ്പോണന്റ് അതേതാ? mg sin തീറ്റ. അപ്പൊ നോക്കിയേ, നമുക്കറിയാം ഈ പടം നോക്കുമ്പോഴേ തന്നെ അറിയാം ടി ഒരെണ്ണം മേളിലോട്ട് താഴോട്ട് mg cos തീറ്റ. അപ്പൊ രണ്ട് സെയിം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. അപ്പൊ നമുക്ക് എന്തെഴുതാം? ടി ഇസ് ഈക്വൽ ടു എന്തിനോട് ഈക്വലാ? mg cos തീറ്റ എന്ന് എഴുതാം. ഇതിനകത്ത് എന്തെഴുതാം? ടി ഇസ് ഈക്വൽ ടു mg cos തീറ്റ. ഇനി നോക്കിയേ, ഇത് ഇപ്പൊ ടിയും mg cos തീറ്റ എന്ത് ചെയ്യും? കട്ടായി പോകും. ബാക്കി എന്നാ ഉണ്ട്? നമുക്കറിയാം ഈ mg sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോയ ഒരു സാധനത്തിന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫോഴ്സ് അല്ലേ? പടത്തിൽ നോക്കിയാൽ അറിയാം mg sin തീറ്റയുടെ ആരോ അങ്ങോട്ടാ? ഇങ്ങോട്ടാ അല്ലെ? അപ്പം ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എന്ത്? mg sin തീറ്റ. അങ്ങോട്ട് പോയ ഒരു സാധനത്തിന് എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത്? നമ്മുടെ mg sin തീറ്റ. അപ്പൊ നമുക്ക് എന്തെഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? mg sin തീറ്റ റീസ്റ്റോറിംഗ് ഫോഴ്സ്. പക്ഷെ നമ്മൾ എന്ത് കൊടുക്കും ഇവിടെ? മൈനസ്. കാരണം എന്നതാ? റീസ്റ്റോറിംഗ് ഫോഴ്സിന് നമ്മൾ എന്തേ ഉള്ളു കൊടുക്കത്തുള്ളൂ? നെഗറ്റീവ് സൈൻ കൊടുക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാ. അതുകൊണ്ടാണ് എന്ത്? മൈനസ് mg sin തീറ്റ. അപ്പൊ ഇതിനെ ഇക്വേഷൻ നമ്പർ ഞാൻ 1 എന്ന് വിളിച്ചു. ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയേ, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ. അതായത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വളരെ ചെറുതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മുടെ സൈൻ തീറ്റ എന്തായിട്ട് മാറും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാകും. എന്താവും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ഏത് കേസിലാ? വെൻ ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതാകുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാകും? ചെറുതാകും. അപ്പൊ നമ്മൾ സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് വിളിക്കും? തീറ്റ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ആദ്യമേ റേഡിയൽ കമ്പോണന്റ് ഉണ്ട് mg cos തീറ്റ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ്? ടെൻഷൻ. ഓക്കെ, അപ്പൊ mg cos തീറ്റയും ടെൻഷനും പോവും. പിന്നെ എന്താ? ഈ റേഡിയൽ ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ് എന്ത്? mg sin തീറ്റ. സോറി, ഇവിടെ cos തീറ്റയിൽ എന്താണ്? mg sin തീറ്റ. mg sin തീറ്റയാണ് ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. അതെന്തിനു സഹായിക്കും? കറങ്ങാനായിട്ട്, അതായത് ടോർക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. കറങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് ഉണ്ടാകും. അപ്പൊ ആ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ടാൻജൻഷ്യൽ കമ്പോണന്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് mg sin തീറ്റ. എന്തുകൊണ്ടാ? അതൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്, തിരിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സ് ആണ്. അതാണ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് mg sin തീറ്റ. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? തീറ്റ. കാരണം ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ. അപ്പൊ മനസ്സിലായല്ലോ? ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ. ഇത് നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ആർക്ക് ബൈ റേഡിയസ്. എന്താണ്? ആർക്ക് ബൈ റേഡിയസ് അല്ലെ? ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടെ നോക്കി, ഇതല്ലേ ആർക്ക്? ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ പോകുന്നല്ലേ ആർക്ക്? ഈ ലെങ്ത് അല്ലേ? ഈ ലെങ്തിനെ ഞാൻ y എന്ന് വിളിച്ചു. ഓൾറെഡി mg sin തീറ്റ ഉണ്ട്. അത് കൂടാതെ ഞാൻ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് വിളിച്ചു? y എന്ന് വിളിച്ചു. അപ്പൊ എന്ത് കൊടുക്കുക അവിടെ? y എന്ന് കൊടുക്കാമല്ലോ ആർക്കിന് പകരം. ആർക്കിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കും? y ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിക്സ്ഡ് പോയിന്റ് തൊട്ട് അറ്റം വരെയുള്ള ലെങ്ത്. ഏതാ? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് L അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? y ബൈ L എന്ന് എഴുതാം. തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? y ബൈ L. അപ്പൊ ഈ മൈനസ് mg തീറ്റ അല്ലേ? തീറ്റയ്ക്ക് വരെ ഞാൻ എന്ത് കൊടുക്കും? y ബൈ L. മനസ്സിലായല്ലോ? അപ്പൊ ഇത്ര മനസ്സിലായെന്ന് നോക്കിയേ. ആദ്യം തൊട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക? പുറകിലോട്ട് പോയിട്ട് ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് mg y ബൈ L. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എന്താണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് mg y ബൈ L. ഇനി നോക്കിയേ, ആക്സിലറേഷൻ. അതിന് മുമ്പ് നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിനകത്ത് നിന്ന് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഉണ്ട്, ഈ എമ്മിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ എഫ് ബൈ എം എന്നിട്ട്. നോക്കി, നമുക്ക് ഇവിടെ അറിയാലോ എഫ് എത്രയാ? എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് mg y ബൈ L ആണല്ലോ, ഡിവൈഡഡ് ബൈ എഫിന് വരെ ഞാൻ എന്ത് കൊടുത്തു? മൈനസ് mg y ബൈ L ഡിവൈഡഡ് ബൈ എം. ഈ എമ്മും പോയല്ലോ, ബാക്കി എന്നാണ്ട്? മൈനസ് g y ബൈ L. അപ്പൊ ആക്സിലറേഷൻ എത്ര കിട്ടി? മൈനസ് g y ബൈ L. മനസ്സിലായല്ലോ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് g y ബൈ L. ഇത് നോക്കി, ആക്സിലറേഷൻ നമ്മൾ വേറൊരു ആക്സിലറേഷൻ ഒരു ഇക്വേഷൻ നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന പാർട്ടി പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഇപ്പൊ നോക്കി, ഇതും ഒരു ആക്സിലറേഷൻ ഇക്വേഷൻ ആണ്, അതേപോലെ ഇതും ഒരു ആക്സിലറേഷൻ ഇക്വേഷൻ അല്ലേ? രണ്ടും സെയിം അല്ലേ? ഇപ്പൊ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തൂടെ? ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഒരിടത്ത് മൈനസ് ജി വൈ ബൈ എല്ലും മറ്റിടത്ത് എന്താ? മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഇപ്പൊ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ജി വൈ ബൈ എൽ. ഈ മൈനസും കട്ടായി പോവല്ലോ, ഈ വൈയും കട്ടായി പോവല്ലോ. ബാക്കി എന്നാണ്ട്? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ. ഇതിനകത്ത് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ അപ്പുറത്തോട്ട് ചാടും. സ്ക്വയർ അപ്പുറത്തോട്ട് ചാടുമ്പോൾ എന്താവും? റൂട്ട് ജി ബൈ എൽ എന്നാവും. റൂട്ട് ജി ബൈ എൽ. ഈ ഒമേഗയുടെ വരെ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ.
മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2π/t is equal to എന്ത് കിട്ടി? √g/l എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യാം. ഇതിനൊന്ന് തിരിച്ചിട്ടെ. ഇതിനൊന്ന് എന്ത് ചെയ്യാം? തിരിച്ചിടണം. തിരിച്ചിടുമ്പോ എന്ത് വരും? t/2π is equal to എന്തിടും? തിരിച്ചിടുമ്പോ g/l എന്നുള്ള എന്താവും? l/g ആവും. നമുക്ക് വേണ്ട എന്താ? ടൈം പീരീഡ്, അതായത് ടി ആ. അപ്പൊ ടീനെ മാത്രം അവിടെ നിർത്തി. ഈ 2π ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്ത് വരും? 2π√l/g. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ. മനസ്സിലായ മക്കളെ? ഇത് പഠിച്ചു വെക്കണം. ഇതെന്ത് ചെയ്യും? ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ω² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് വൈയും പോവും, മൈനസും പോവും, g/l എന്നാവും. സ്ക്വയർ അപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? √g/l. ω എന്ന് പറഞ്ഞാൽ 2π/t. ഇനി ഒന്ന് തിരിച്ചിട്ട് കറക്കുമ്പോ എന്ത് വരും? t/2π എന്നാവും. പുറത്ത് g/l വരെ എന്താകും? l/g. ഇതിനകത്ത് നിന്ന് t ആണ് വേണ്ടത്. 2π അങ്ങോട്ട് പോകും. 2π√l/g. ഇതാണ് എന്ത്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ എന്താണ്? പെൻഡുലം അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ചോദിച്ചാൽ എന്ത് ചെയ്തേക്കണം? ഇത് അങ്ങോട്ട് എഴുതി വെച്ചു. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ തിയറി പാർട്ട് ആക്ച്വലി കഴിഞ്ഞു. ഇത്ര ഉള്ളൂ തിയറി പാർട്ട്. പക്ഷെ ഇത് മാത്രം പോരാ. ഇത് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, കുറെ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇച്ചിരി കൂടെ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇത് മാത്രം പോരാ, പ്രീവിയസ് ഇയർ കൂടെ വേണം. മക്കളെ നോക്കി, നമ്മൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം നേരത്തെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാ. അതുകൊണ്ട് ഈ നേരത്തെ നമ്മുടെ തിയറി എത്തുക, ആദ്യം തിയറി എത്തുക, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. കേട്ടെ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് സഫിഷ്യന്റ് ഫോർ ആൻ SHM? അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് സഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? A is equal to ky. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റിനെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ സ്ക്വയറിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -ky. അങ്ങനെയൊക്കെ കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സി ഓപ്ഷൻ ആണ്. പഠിച്ചു വെച്ചിരിക്കോ? ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണൽ ആണ്, അതിന്റെ നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ A is equal to എന്താണ്? -ky. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ വിച്ച് ഈസ് നോട്ട് SHM. പീരിയോഡിക് മോഷൻ ആണ്, പിന്നെ പക്ഷെ എന്തല്ല? SHM അല്ല. പീരിയോഡിക് മോഷൻ ആയിരിക്കണം, പക്ഷെ എന്താവരുത്? SHM ആവരുത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവരുത്. അപ്പൊ നോക്കി, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പീരിയഡിൽ എന്ത് ചെയ്യുന്നു? കറങ്ങണം. അപ്പൊ നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുക. പക്ഷെ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ? അല്ല, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അത് അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ വിച്ച് ഈസ് നോട്ട് SHM എന്ന് ചോദിച്ചാൽ എന്താ? റെവല്യൂഷൻ ഓഫ് എർത്ത്. റെവല്യൂഷൻ ഓഫ് എർത്ത് എറൗണ്ട് സൺ. റെവല്യൂഷൻ ഓഫ് എർത്ത് എറൗണ്ട് സൺ. ഇതിന്റെ ആൻസർ. ഇനി നോക്കിയ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് കണ്ടീഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് SHM? ഏത് കണ്ടീഷനിലാണ് സിമ്പിൾ പെൻഡുലം എന്താകുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ പ്രൂഫിൽ കണ്ടു അല്ലെ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രൂഫിൽ കണ്ടു. അതിന്റെ ടൈം പീരീഡിൽ എന്തായിരുന്നു? നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ എന്താക്കിയാ കൺസിഡർ ചെയ്തത്? വെരി 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 സ്മോൾ. എന്തായിരിക്കണം? അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെഴുതണം? ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി എന്താണ്? സ്മോൾ. ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി എന്തായിരിക്കണം? സ്മോൾ. ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് ചെറുതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇച്ചിരി വലുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. മക്കളെ, ഈ 2 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൺസെപ്റ്റ് സെയിം ആണ്. നോക്കിയേ, വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? എന്താണ് സെക്കൻഡ് പെൻഡുലം? എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മുടെ ഫോക്കസ് ഏരിയയിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കുറെ വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? പേരിൽ തന്നെയുണ്ട്, സെക്കൻഡ് പെൻഡുലം. അതായത് എ പെൻഡുലം ഹാവിംഗ് എന്താണ്? എ പെൻഡുലം ഹാവിംഗ് ടൈം പീരീഡ് 2 സെക്കൻഡ്. ഹാവിംഗ് ടൈം പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ്. മനസ്സിലായല്ലോ? ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ? പെൻഡുലം ഹാവിംഗ് ടൈം പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടെ. നോക്കിയേ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം വെൻ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ദ പെൻഡുലം കണ്ടുപിടിക്കണം. ടൈം പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ്. ടൈം പീരീഡ് 2 ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇതാ 2π√l/g. ഇതിന്റെ അകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? L. പക്ഷെ L റൂട്ടിനകത്താണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? റൂട്ടിനെ വെളിയിലോട്ടാക്കാൻ സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? t² ഈസ് ഈക്വൽ ടു 2നെ സ്ക്വയർ ചെയ്താൽ 4, πനെ സ്ക്വയർ ചെയ്താൽ π². ഓക്കെ, അപ്പം നോക്കിയാൽ √l/g ഉണ്ട്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? l/g എന്നാവും. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്തു. ടീനെ സ്ക്വയർ ചെയ്യുമ്പോൾ t², 2നെ സ്ക്വയർ ചെയ്താൽ 4, πനെ സ്ക്വയർ ചെയ്താൽ π², റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ
റൂട്ട് പോവും, എൽ ബൈ ജി അതേപോലെ. ഇതിനകത്ത് നിന്ന് എന്താ വേണ്ടത്? എൽ അല്ലേ? ഇപ്പൊ എൽ ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള എല്ലാത്തിനും അപ്പുറത്തോട്ടുണ്ടാവും. നോക്കിയേ, ടി സ്ക്വയർ ജി, ബാക്കി 4π² മേളില, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? താഴെയാവും 4π². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ടി സ്ക്വയർ അതായത് ടൈം പീരീഡ് 2യുടെ സ്ക്വയർ, ടൈം പീരീഡ് 2 ആ, ജി എന്ന് പറഞ്ഞാൽ 9.8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എത്രയാണ്? π². പൈ എന്ന് പറഞ്ഞാൽ 3.14ന്റെ സ്ക്വയർ. ഇത് ശ്രദ്ധിച്ചു നോക്കിയേ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ? ടൈം പീരീഡ് 2 ആയതാണ് ഞാൻ 2 എന്ന് കൊടുത്തത്. അപ്പൊ ജിയുടെ വാല്യൂ 9.8. ഇപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, താഴെ ഒരു 4 ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 9.8 ഡിവൈഡഡ് ബൈ 3.14ന്റെ സ്ക്വയർ. അപ്രോക്സിമേറ്റ്ലി 3യുടെ സ്ക്വയർ എത്രയാ? 9 ആ. 3.14ന്റെ സ്ക്വയർ എത്രയാവും? അപ്രോക്സിമേറ്റ്ലി 9.8 ആകത്തില്ലേ? അപ്പൊ 9.8 ഡിവൈഡഡ് ബൈ 9.8 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3 കിട്ടും 1 മീറ്റർ എന്ന് കിട്ടും. 3 to 1 മീറ്റർ. ഓർക്കുക, സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. അപ്പൊ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. അതാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 2 ആകുമ്പോൾ അവിടെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ. നോക്കിയ മക്കളെ, ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ വെച്ച് പല ക്വസ്റ്റ്യനോടെ നമ്മൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ. പല കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ പല രീതിയിൽ ആൻസർ എഴുതാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഇഫ് ദ പെൻഡുലം ഈസ് സസ്പെൻഡഡ് ഇൻ എ ലിഫ്റ്റ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു g/3. എന്ത് ചെയ്തിരിക്കുക? ഞാൻ ആ ഒരു ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിഫ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു? സിമ്പിൾ പെൻഡുലം തൂക്കിയിട്ട് താഴോട്ട് പോകുന്ന ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ എത്രയാണ്? g/3. നമ്മുടെ ആക്സിലറേഷന്റെ എത്ര? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡിവൈഡഡ് ബൈ 3 ആണ്. ശ്രദ്ധിക്കണം, വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. മൂവിങ് ഡൗൺ, മൂവിങ് അപ്പിന് വേറെ, മൂവിങ് ഡൗണിന് വേറെ. ശ്രദ്ധിക്കണേ. ഇപ്പൊ മൂവിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ സാധാരണ ടിയുടെ ഇക്വേഷൻ ആയിരുന്നു 2π√L/g എന്നാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ടൈം പീരീഡ് ആ കണ്ടുപിടിക്കേണ്ടത് താഴോട്ട് പോകുന്ന ഉടനെ. പക്ഷെ ഇവിടെ എന്നതാ? ആക്സിലറേഷൻ എത്രയാ? മൂവിങ് ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ 2π√L/gയുടെ സ്ഥാനത്ത് എന്താക്കണം? g-a എന്നാക്കണം. മൂവിങ് ഡൗൺ ആയോണ്ട്, ഡൗൺ നമ്മൾ എന്താക്കിയത്? g-a ആക്കിയത്. അപ്പായിരുന്നെങ്കിൽ എന്തായേനെ? g+a ആയേനെ. അപ്പായിരുന്നെങ്കിൽ g+a. അപ്പൊ എന്ത് വരും? ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 2π√L/g-a. അപ്പൊ g എത്രയാ? എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, അത് എത്രയാണ്? g/3. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ g-g/3. അപ്പൊ എത്ര വരും? t is equal to 2π√L ഡിവൈഡഡ് ബൈ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, 3 into g 3g മൈനസ് 1 into g എത്രയാണ്? g ഡിവൈഡഡ് ബൈ 3 ഉണ്ട് അല്ലെ? 1 into 3, ആ 3 നേരെ മേലോട്ട് പോവല്ലോ അല്ലെ? താഴെയുള്ള 3 എന്താവും? മേലോട്ട് പോകും. അപ്പം 3 into g 3g മൈനസ് 1 into g ഡിവൈഡഡ് ബൈ 1 into 3 3, ആ 3 മേലോട്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2π√3 into L 3L ഡിവൈഡഡ് ബൈ 3g മൈനസ് g എത്രയാണ്? 2g എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ താഴോട്ട് പോകുമ്പോഴുള്ള ടൈം പീരീഡ്. 2π√3L ഡിവൈഡഡ് ബൈ 2g. ഇപ്പൊ പ്ലസ് ആയ ചെയ്യുന്ന എപ്പോഴാണ്? മൂവിങ് ഡൗണിന് പകരം എന്താ? മൂവിങ് അപ്പ്. ലിഫ്റ്റിലൂടെ മേളിലോട്ട് പോകുമ്പോൾ എന്തായാലും g+g/3 ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കും. നോക്കി മക്കളെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആണ്. എന്താണ്? കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ നമുക്ക് വേവ്സിലും ചോദിക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടിരുന്നോ? എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് y in സെന്റിമീറ്റർ, സെന്റിമീറ്ററിലാണ് വന്നിരിക്കുന്നത്, of an oscillating particle varies with time. അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ടൈമിന് അനുസരിച്ച് വേരി ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യം. അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ? y is equal to 2 cos എത്രയാണ്? 0.5 πt plus π/3. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 0.5 πt plus എന്താണ്? π/3 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ്. ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കുക, ടൈം പീരീഡ്. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ അതാ y is equal to a cos ആയതുകൊണ്ട് a cos ωt plus phi എന്നാണ് ഇക്വേഷൻ. നോക്കിയേ, ഇതിനകത്തുനിന്ന് നമുക്ക് തന്നെ വേണ്ടത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയാൽ നേരെ കൊടുത്തിട്ടുണ്ട്. a is equal to എത്രയാണ്? 2. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നേരെ ഉണ്ട്. a is equal to 2. കമ്പയർ ചെയ്യാലോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കിട്ടി, ടൈം സോറി എത്രയാണ്? a 2 cm/s. ഓക്കെ, സെന്റിമീറ്ററിലായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ടൈം പീരീഡ് t. അപ്പൊ ടൈം പീരീഡ് കാണാനായിട്ട് ഇവിടെ നോക്കി ωt ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ωt എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 0.5 πt ഈക്വലാ. ഈ ടീം കൂടെ വെട്ടിക്കളയല്ലോ. ഒമേഗ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 0.5 π എന്ന് കിട്ടി. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/t ആണ് അല്ലെ? 2π/t which is equal to 0.5.
അല്ലെ? ഒമേഗയ്ക്ക് വരെ എന്ത് കൊടുത്തു? 0.5 2π/t കൊടുത്തു. ഈ പൈയും കൂടെ വെട്ടിക്കളയാലോ. ടീനെ ഞാൻ താഴെയുള്ള ടീനെ അപ്പുറത്തോട്ട് വേണ്ട, ഇപ്പൊ മേളിലോട്ട് പോയി. ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2 ഉണ്ട്. താഴെ ഒരു 0.5 വരും അല്ലെ? അപ്പുറത്തുള്ള 0.5 താഴോട്ട് വരും. 2 ഡിവൈഡഡ് ബൈ 2.5. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാവും? 4 ആവത്തില്ലേ? 2 × 2 4. 0.5നെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.5 × 2 അരേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായി? 1 ആയി. ഇപ്പൊ എത്ര കിട്ടി? 2/0.5 എത്രയാ? 4 എന്ന് കിട്ടും. അപ്പൊ കിട്ടിയില്ലേ? ടൈം പീരീഡ് എത്രയാണ്? 4 യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കുക. ഇതുപോലെ കുറെ ചോദിക്കാം. ഇതുപോലത്തെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് എന്തുണ്ട് പ്രീവിയസ് ഇയറിൽ ഉണ്ട്. മക്കളെ, a girl is swinging on a swing in sitting position. How will time period affected? ഓർക്കുക, സിംഗിങ് ഓൺ എ സ്വിംഗ്, ഊഞ്ഞാലാടുക എന്ന് പറയത്തില്ലേ? അപ്പൊ അതും എന്തിനൊരു എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനും നമ്മൾ 3 എക്സാമ്പിൾ പഠിച്ചു. ഒന്നാമത്തെ ഏതായിരുന്നു? സിമ്പിൾ പെൻഡുലം. രണ്ടാമത്തെ എക്സാമ്പിൾ ഏതായിരുന്നു? രണ്ടാമത്തെ എക്സാമ്പിള് നമ്മുടെ സ്പ്രിങ്ങിന്റെ കേസ്. മൂന്നാമത്തെ ഏതാ? സ്വിങ്ങിന്റെ കേസ്. അപ്പൊ എ ഗേൾ ഈസ് സ്വിംഗിങ് ഓൺ എ സ്വിംഗ് ഇൻ സിറ്റിംഗ് പൊസിഷൻ. എന്ത് ചെയ്തു? സിറ്റിംഗ് പൊസിഷൻ. അപ്പം എന്തായിരിക്കുന്നു? ആ കുട്ടി എന്ത് ചെയ്തിരിക്കുക? എഴുന്നേക്കുവാന്ന് വെച്ചു. ഇപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കുട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? എഴുന്നേറ്റു. അതായത് ഇരിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹൗ വിൽ ബി ദ ടൈം പീരീഡ് അഫക്റ്റഡ് ഇഫ് ഷീ സ്റ്റാൻഡ് അപ്പ്? അതായത് ആ ഇരിക്കുന്ന കൊച്ച് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പൊ എഴുന്നേൽക്കുമ്പോഴേക്കും ടൈം പീരീഡിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം കുട്ടി ഇരിക്കുക. അപ്പൊ നമ്മൾ അതിനെ ഒരു സിമ്പിൾ പെൻഡുലമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ആദ്യമേ കുട്ടി ഇരിക്കുന്നു. അപ്പൊ നോക്കിയേ, നമുക്കറിയാം ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു എന്താണ്? 2π√L/g എന്നാണ് ഇക്വേഷൻ. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം കോൺസ്റ്റന്റ് ആ. 2 π g എല്ലാം കോൺസ്റ്റന്റ് ആ. ലെങ്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു. റൂട്ട് അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം കുട്ടി ഇരിക്കുമ്പോഴേക്കും ഒരു പൊസിഷൻ, ആ കുട്ടി എഴുന്നേറ്റപ്പോഴേക്കും എന്ത് ചെയ്യുന്നു? അത് അങ്ങോട്ട് കൂടുതൽ ആടാൻ തുടങ്ങുമോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും അല്ലെ? എഴുന്നേറ്റ് വെക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? എഫക്റ്റീവ് ലെങ്ത് ഡിക്രീസസ്. എഫക്റ്റീവ് ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എഫക്റ്റീവ് ലെങ്ത് ഓഫ് പെൻഡുലം എന്ത് ചെയ്യും? ഡിക്രീസസ്. പെൻഡുലം ഡിക്രീസസ്. ലെങ്ത് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം എന്ത് സംഭവിക്കും? ടൈം പീരീഡ് കുറയത്തില്ലേ? therefore ടൈം പീരീഡ് എന്ത് സംഭവിക്കും? ടൈം പീരീഡ് ഡിക്രീസസ്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. നല്ല സത്യം പറഞ്ഞാൽ ചോദിക്കുന്ന റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കിയ മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ ഈസ് 1.7 m/s². അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ, GM എന്ന് കൊടുക്കാം. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ ആയതുകൊണ്ട് എത്രയാ? 1.7 m/s² എന്ന് കൊടുത്തു. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഓൺ മൂൺ? നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എവിടുത്തെ? മൂണിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് ഓൺ എർത്ത്, എർത്തിലെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാ? എർത്ത് 9.8 m/s². അതെല്ലാവർക്കും അറിയാം, നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ നമുക്കറിയാം ടിയുടെ ഇക്വേഷൻ എന്താ? T is equal to 2π√ എന്താണ്? L/g ആണ് അല്ലെ? നമുക്ക് ഇതിനെ എർത്ത് ആക്കി കൺസിഡർ ചെയ്താൽ അപ്പൊ TE എന്ന് വരും. ടൈം പീരീഡ് ഓഫ് എർത്ത്. അപ്പൊ L/ എന്ത് വരും? GE എന്ന് വരും. ഇത് എർത്തിന്റെ കേസ്. അപ്പൊ നമുക്ക് ഇതിനെ മൂണിന്റെ കേസിലായാലോ TM എന്ന് വരും. 2π എന്ന് തന്നെയല്ലേ? 2ഉം കോൺസ്റ്റന്റ് ആ, പൈയും കോൺസ്റ്റന്റ് ആ. L അതേപോലെ തന്നെ ലെങ്ത് മാറുന്നില്ല പെൻഡുലത്തിന്റെ, പക്ഷെ E എന്താവും? GM എന്നാവും അല്ലെ? ഓരോ മൂണിലും എർത്തിലും എന്താണ്? 2 ഗ്രാവിറ്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്യുമ്പോൾ 2πയും പോകുമല്ലോ. ബാക്കി എന്ത് പോകും? ഈ എല്ലും കൂടെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ബാക്കി എന്നാണ്ട്? TE ഡിവൈഡഡ് ബൈ TM. ഇവിടെ എന്തുണ്ട്? TE എന്നുണ്ട്, അപ്പുറത്ത് എന്താ ഉണ്ട്? TM എന്നുണ്ട്. അപ്പൊ TE ഡിവൈഡഡ് ബൈ TM എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ എല്ല് പോയി, ബാക്കി താഴെ ഒരു G ഉണ്ട്, ഇവിടെയും താഴെ ഒരു GM ഉണ്ട്. ആ താഴെയുള്ള GM എന്ത് ചെയ്യും? വെള്ളോട്ട് പോകും. ഇവിടെ എന്ത് വരും? GE എന്ന് വരും. GM ഡിവൈഡ് ബൈ G. അപ്പൊ നമുക്ക് തന്നെ കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ഓൺ മൂൺ അല്ലേ? അപ്പൊ ഇതിനൊന്ന് തിരിച്ചിടുമ്പോ എന്ത് വരും? TM ഡിവൈഡഡ് ബൈ TE എന്ന് വരും അല്ലെ? TM ഡിവൈഡഡ് ബൈ TE which is equal to ഇവിടെ തിരിച്ചിടുമ്പോഴോ GE ഡിവൈഡഡ് ബൈ GM എന്ന് വരും. അപ്പൊ ഇതിനകത്തുനിന്ന് TM എന്ന് പറഞ്ഞാൽ എന്താ? TM എന്ന് പറഞ്ഞാൽ നേരെ TE ഇൻറ്റു GE ഡിവൈഡഡ് ബൈ GM. മനസ്സിലായല്ലോ? TE ഇൻറ്റു GE. ഈ TE എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, TE ടൈം പീരീഡ് ഓൺ എർത്ത് 3.5. ഇവിടെയോ ഗ്രാവിറ്റേഷണൽ GE എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ എത്രയാ? 9.8 എർത്ത്. GM എന്ന് പറഞ്ഞാൽ എത്രയാ? എർത്തിൽ എത്രയാ?
1.7. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ 3.5 ഇൻറ്റു എത്ര കിട്ടും? ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് എത്രയാണ്? 9.8 ഡിവൈഡഡ് ബൈ 1.7. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2.4. അപ്പൊ 3.5 ഇൻറ്റു എത്രയാണ്? 2.4. എത്ര കിട്ടി? 8.4. എത്ര കിട്ടി ടൈം പീരീഡ്? 8.4 സെക്കൻഡ്സ് എന്ന് കിട്ടി. നോക്കിയേ, നമ്മുടെ എർത്തിൽ 3.5 ആയിരുന്നു, പക്ഷെ അത് 3 ചെന്നപ്പോഴേക്ക് എന്ത് ചെയ്തു? ടൈം പീരീഡ് എന്ത് ചെയ്തു? കൂടി, ഇരട്ടിയിലും കൂടുതലായി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ഈ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. എന്ത് ചെയ്തു? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. മക്കളെ ഇത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരെണ്ണം പോലും വിട്ടു പോരുത്. ഈ ഒരു മാർക്ക് പോലും ഈ ചാപ്റ്ററിൽ നമ്മൾ കളയരുത്. ഫുൾ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മേടിച്ചിരിക്കണം ഈ ചാപ്റ്ററിൽ, അല്ലെ? എല്ലാ ചാപ്റ്ററിലും നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് മേടിച്ചിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് 2 സുഖമാണ്. നമുക്ക് A+ മേടിക്കേണ്ടവനാണെങ്കിൽ A+ മേടിക്കാനും ഈസിയാണ്. ജയിക്കേണ്ടവനാണെങ്കിൽ എന്ത് ചെയ്തു? ഓൾറെഡി ജയിച്ചിരിക്കണം, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? +1 ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. നമ്മൾ എന്ത് ചെയ്യും? +2 എന്ത് ചെയ്യും? അടിച്ചു പൊളിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? പൊളിക്കുക മക്കളെ. എന്ത് ചെയ്യുക? ഇച്ചിരിയും കൂടെ ഉള്ള സമയം, 2 മാസം കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കണം. നല്ലതായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ ഉള്ള 2 സമയം എന്ത് ചെയ്യും? 2 മാസം എന്ത് ചെയ്യും? നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നല്ല മാർക്ക് മേടിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്ത് ചെയ്യുക? എല്ലാവർക്കും എന്ത് ചെയ്യണം? നല്ല മാർക്ക് കിട്ടണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടുമ്പോൾ എന്തായിരിക്കും? എനിക്കൊരു സന്തോഷമായിരിക്കും, അല്ലെ? നമ്മളെന്നും +2 പഠിക്കുമ്പോഴൊന്നും എന്തായിരുന്നു? ഇതുപോലെയൊന്നും ആരും ഇല്ലായിരുന്നു പറഞ്ഞു തരാനായിട്ട്. അതായത് ഈ യൂട്യൂബോ മൊബൈലോ ഒന്നും നമുക്ക് അത്ര ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെ? ഇപ്പോഴാണ് ഈ യൂട്യൂബും ഇഷ്ടം പോലെ ഉണ്ട്, അതേപോലെ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. എവിടെയാണെങ്കിലും നോക്കിയിട്ടാണെങ്കിലും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ഭാവി മേടിച്ചെടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്ത് ചെയ്യുക? ഇനിയും കുറച്ച് സമയമുള്ള എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.